അടുത്തതായിട്ട് വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. മിക്ക ദിവസങ്ങളിലും സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതൊരു അനുകരണ കലയോ അത്തരത്തിൽ എന്തെങ്കിലും സംഭവമായിരിക്കും. ഇന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. ഇതൊരു മാജിക് ഷോ ആണ്. ഇതിനു മുമ്പും നമ്മുടെ ഇതേ വേദിയിൽ ചെറിയൊരു മാജിക് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് വേദിയിലേക്ക് എത്താൻ പോകുന്നത്, സുധീഷ്. സുധീഷേ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്നൊരു പുതിയ ഷോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ. ശരി. അപ്പം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ? എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുണ്ടോ? ഇല്ല, ഇപ്പോൾ ജഡ്ജസിന്റെ മുമ്പിൽ നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ കണ്ടായിരുന്നു നമ്മുടെ നെൽസൺ ചേട്ടൻ ഒരു മാജിക് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേര് കേട്ട അല്ല എങ്കിലും ഇത്രയും പേര് കേട്ട കലാകാരന്മാരോടുള്ളപ്പോൾ അവരുടെ മുമ്പിൽ ഒരു ചെറിയ മാജിക് ഷോ അവതരിപ്പിക്കാൻ പറ്റിയ സന്തോഷം. ഓക്കെ സുധീഷ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാണാം.
കുറച്ച് കാർഡ്സുകൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ Okay. എത്ര കാർഡ്സുകളാണ് ഞാൻ എണ്ണി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കാം. ഓക്കെ, ശരി. 1 2 3 4 5 6. ഓക്കെ, 6 കാർഡുകൾ നമ്മൾ എണ്ണിയെടുത്തു. അപ്പോൾ ഈ ജാലവിധി യഥാർത്ഥത്തിൽ ഇതൊരു മാജിക്കായിട്ടല്ല ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇത് പഠിപ്പിച്ച് തരുമ്പോൾ എൻ്റെ മാഷ് ഈ മാജിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 6 കാർഡ്സ് ഉണ്ട് നമ്മളതിൽ. 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെ മാഷ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 1 2 3 3 കാർഡ്സ് ഇങ്ങനെ മാറ്റും. അപ്പോൾ എത്ര കാർഡ്സ് ആയിരിക്കും ടോട്ടൽ നമ്മൾ ഇനി എൻ്റെ കയ്യിലുള്ളത്? ഓക്കെ, 3 തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ മാഷ് ഇത് കാണിക്കുന്ന സമയത്ത് 1 2 3 4 5 6 വീണ്ടും തിരിച്ച് 6 കാർഡുകൾ വീണ്ടും ഉണ്ടാകും. അപ്പോഴെനിക്കൊരു അത്ഭുതം തോന്നി, ഇതെങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ മാറ്റുന്ന കാർഡുകൾ 1 2 3 3 കാർഡുകൾ മാറ്റുന്നുണ്ട്. പക്ഷെ സാറ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6. ചേട്ടാ, എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയാണ് സാറ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രോബ്ലം. മനസ്സിലായില്ലേ? ടോട്ടൽ നമ്മളെ കയ്യിൽ ഇപ്പോൾ എത്ര കാർഡുണ്ട്? 6 കാർഡ്. അപ്പോൾ 1 2 3 4 5 6 6 കാർഡ് നമ്മളെ കയ്യിലുള്ളൂ. സാർ ഇതിൽ നിന്ന് മാറ്റുന്ന 1 2 3 3 കാർഡ്സ്. എൻ്റെ കയ്യിൽ അപ്പോഴും 1 2 3 4 5 6. ഈ കഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ആകെ അങ്ങ് ഭ്രാന്തായി ഈ മാജിക്ക് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇത് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പോൾ സാർ പറഞ്ഞു അറിയത്തില്ല, അത് ഇപ്പോഴേ പഠിക്കണ്ട, കുറച്ച് ആളുടെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ല, പഠിച്ചില്ല. അല്ല ചേട്ടൻ പറ, ഇതിനകത്ത് ഇപ്പോൾ എത്ര കാർഡ്സ് ഉണ്ട്? കറക്റ്റ് 6. ഉറപ്പന്നെ? അശ്വതി ഉറപ്പല്ലേ? ഓഡിയൻസ് ഉറപ്പല്ലേ? അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരും 6 കാർഡാ. ഓക്കെ, ഒന്ന് എണ്ണിക്കോളണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. സൂപ്പർബ്, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു കൈയടി കൊടുക്കാം. നമ്മൾ എൻജോയ് ചെയ്തില്ല ഇത്രയും സമയം. എന്ത് പറയുന്നു മാജിക് ഗർ? 2 മാജീഷ്യൻസ് ആണ് ഇരിക്കുന്നത്. ഞാൻ പഠിപ്പിച്ചതെല്ലാം എനിക്കറിയായിരുന്നു ഇതേ പറയുള്ളൂ. താങ്ക് യു മാഷ്.
അല്ലേ നെൽസ നമ്മൾ പഠിപ്പിച്ച അതേപോലെ തന്നെ അതെ 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 അത് ഞാനിങ്ങനെ വീക്ഷിക്കുക എന്തെങ്കിലും തെറ്റ് പറ്റിയിരുന്നെങ്കിൽ അതെ അതെ ഇതുപോലെ രണ്ട് മഹത് വ്യക്തികളുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. അവർക്കോ ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരു നാണവും ഇല്ല. നീയെങ്കിലും അത് പറയരുത്. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. വെരി ഗുഡ്. ഓക്കെ സുധീഷ്, അപ്പൊ താങ്ക് യു സോ പിന്നെ മച്ച്. ഒരു കാര്യം പറഞ്ഞോളൂ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് എനിക്കിന്നിവിടെ ഒരു മാജിക് ഷോ അവതരിപ്പിക്കുവാൻ ഒരവസരം തന്ന നമ്മുടെ ഫിറോസിക്ക, ഗ്രൂമേഴ്സ് ഒരുപാട് പേരെ സഹായിച്ചു. പിന്നെ ഒത്തിരി സന്തോഷം എൻ്റെ അമ്മയും വല്യമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയുടെ സന്തോഷായില്ലേ മോൻ പെർഫോം ചെയ്യണ കണ്ടപ്പോ? അപ്പൊ വലിയൊരു മജീഷ്യനായിട്ട് അറിയപ്പെടാൻ സാധിക്കട്ടെ സുധീഷ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും ഒരു ഗെയിം സോണിലെത്തി നിൽക്കുകയാണ്. തുടങ്ങാം. റെഡി? യെസ്, ഓഡിയൻസിൽ നിന്ന് നമുക്ക് 2 പേരെ വേണം. പേരെന്താണ്? കാർത്തിക്. കാർത്തിക്. എന്ത് ചെയ്യുന്നു? +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. ഓക്കെ, പറയൂ. അരുൺ. 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 അരുൺ എന്ത് ചെയ്യുന്നു? +1 ആണ്. ഓക്കെ, ശരി. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനെ പോലെയുള്ള പരിപാടികൾക്ക് കണ്ണടച്ചിട്ട് ചെയ്യുന്ന കുറച്ച് ടാസ്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചിത്രരചനയാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ നമ്മുടെ ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളുടെ കണ്ണ് കെട്ടും. ഓക്കെ, കണ്ണ് കെട്ടും. നിങ്ങൾ നിങ്ങളെ തന്നെ വരയ്ക്കാൻ പോവാണ് ഈ ബോർഡിൽ. ഫേസ് ഒരു രൂപം കിട്ടിയാൽ മതി. കണ്ണും മൂക്കൊക്കെ യഥാസ്ഥാനത്ത് ഉണ്ടായാൽ ഏകദേശം ഒരു മനുഷ്യന്റെ രൂപത്തിൽ കൊണ്ടെത്തിക്കുന്നവർക്ക് നിന്റെ മുഖം വരയ്ക്കാൻ എളുപ്പമാടാ. ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങളെ പോലെ തന്നെ എക്സാക്ട്ലി ആവണമെന്നൊന്നുമില്ല. ചുമ്മാ കണ്ണും മൂക്കും വായും ഒക്കെ ആ പൊസിഷനിൽ ഒന്ന് കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ മതി. മനുഷ്യന്റെ രൂപം. ഓക്കെ, റെഡി അല്ലേ? അരുൺ ആൻഡ് കാർത്തിക്? ഓക്കെ ആണോ? യെസ്. Then your time starts now. അടിപൊളി. Good, good. രണ്ടുപേരും പറയുന്ന അവർക്ക് ഉണ്ടക്കണ്ടാണെന്നാ. താഴോട്ട് വരാം. അപ്പൊ നമ്മുടെ കാർത്തികിനെ കണ്ടോ നിങ്ങള്? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? കാർത്തികിനെ വരയ്ക്കാൻ പറഞ്ഞിട്ട് കാർത്തിക് ഇതൊരു സ്മൈലിയാണ് ആക്ച്വലി വരച്ചത് അല്ലേ? ഒരു സ്മൈലി വരച്ചു, വട്ടം വരച്ചു, 2 കണ്ണ് വരച്ചു, അതല്ലെന്ന് ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിടാൻ ഇവിടെ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ കാർത്തികിന് ഇതും കാർത്തികായിട്ട് എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടോ? മീശ എവിടെ? മീശ അല്ല, അത് വായാണ്. അല്ല, മീശ എവിടെയും ചോദിച്ചാ ഇതിന്. അവന് മീശയല്ലേ? ഇത് മീശ അല്ലത്. ഇതൊരു തരം രോമമാണ്. ഓക്കെ, കാർത്തികിന്റെ മുഖം കുറച്ചും കൂടെ ഇങ്ങനെ വട്ടത്തിലല്ല അല്ലേ? കുറച്ചും കൂടെ നീണ്ട മുഖമാണ്. ഇത് നമ്മുടെ കവളൊക്കെ ഇച്ചിരി ചാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടികിട്ടിയ മുഖം ജാദുവിന്റെ പോലെ 2 ചെവിയൊക്കെ ഉണ്ട്. ജാദു. ഓക്കെ, പോട്ടെ. യെസ്, ഇനി ഇങ്ങോട്ട് വന്നാല് ഇതാണ് നമ്മുടെ അരുണിന്റെ പടം. അരുണിനെ കണ്ടോ? അരുൺ ഇതിന്റെ അടുത്തോട്ട് നിന്നേ, നോക്കട്ടെ അരുണിനെ പോലെ ഉണ്ടോന്ന്. നേരെ ഇങ്ങോട്ട് നോക്കുന്നെ. കണ്ട ഒരു കണ്ണിൽ എന്താണ് കുപ്പിപ്പാലോ? എന്താ ഒരു കണ്ണിലെ കൃഷ്ണമണി ഞങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. കൃഷ്ണമണി അറിയാതെ വരച്ചു പോയതാ. അല്ല, മൂക്ക് ശ്രദ്ധിച്ചോ?
വാ ദേ അവിടെ ഉണ്ടെന്ന് ഇങ്ങനെ കാണിക്കുക. അങ്ങനെയല്ല, കറക്റ്റ് അവന് മൂക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു സൈഡ് വൺ സൈഡ് ഇങ്ങനെ വൺ സൈഡ് വരച്ചു വെച്ചാൽ കറക്റ്റ് മൂക്കാണ് വരച്ചത് ഇങ്ങനെ. ആ ഭാഗത്തുണ്ട് എന്ന് കാണിക്കുന്ന. അപ്പൊ എന്തായാലും ഒരു കാർട്ടൂൺ എന്നുള്ള സെൻസിൽ കാർത്തികിന്റെ ചിത്രം നല്ല രസമുണ്ടായിരുന്നു, അതൊരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവനവന്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്നത് പോലെ അരുണിന്റെ ചിത്രത്തിനാണ് രൂപസാദൃശ്യം കൂടുതൽ. അതുകൊണ്ട് ഒരു കൈയില്ല അതോ നോക്കി. എന്താണ് ഇതെല്ലാ അവയവങ്ങളും പൂർണ്ണമായിട്ടുള്ളത് ഞങ്ങളുടെ പടത്തെ. എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഞങ്ങള് ഇവിടെ ഈ വരച്ചെന്ന് പറഞ്ഞാല് ഈ തലക്കൊത്ത ശരീരമാണ് വരച്ചേക്കുന്നത്. ഈ തലക്കൊത്താണോ ഈ ശരീരം ഇരിക്കുന്നത്? ആണോ? പിന്നെ ശരീരമല്ലേ അത്? അല്ലല്ല, ആ തലയും ശരീരവും തമ്മിലൊരു പ്രപ്പോർഷൻ വ്യത്യാസം ഇല്ലാതില്ല. ഇല്ല, അത് കറക്റ്റ് ആണ്. ഇത് കറക്റ്റാണ്. ഒരു കൈയില്ല, ഒരു കൈയുണ്ട്. കൈയാണോ അത്? ആ തലയ്ക്ക് ബോഡി. നമുക്കൊരു കാര്യം ചെയ്താലോ? സെപ്പറേഷൻ ഇല്ല. ഹലോ, കൈക്ക് സെപ്പറേഷൻ ഞാൻ പറയട്ടെ, ഒരു വരേ ഉള്ളൂ. സമയം കിട്ടിയില്ല. ഹലോ, ഈ മൂക്ക് ഇങ്ങനെയാണോ? മൂക്ക് അവിടെ പോയി ഒരു കണ്ണിന് കൃഷ്ണമണി ഉണ്ട്, ഒരു അങ്ങനെ പറയട്ടെ. എന്റെ മൂക്കിന് ചെറിയ വളവെങ്കിലും ഉണ്ട്. ഈ മൂക്കിന്റെ ഒരു ഒറ്റ വര മാത്രമേ ഉള്ളൂ. ആ, അത് ഞങ്ങളിത് ഹലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മോഡേൺ ആർട്ടാണിത്. മോഡേൺ ആർട്ടല്ല ഇവിടെ പറഞ്ഞത്. ഹലോ, ഉണ്ട്. സൈലൻസ് പ്ലീസ്. ആങ്കറിന്റെ തീരുമാനം ഈ ഗെയിമിൽ അന്തിമമായിരിക്കും. ഓക്കേ, താങ്ക് യു. ഞാൻ മിണ്ടുന്നില്ല ഇനി. എന്റെ തീരുമാനം. ആ, ഓക്കേ. ഞാൻ ആങ്കറിന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പൊ എന്റെ തീരുമാനം ഈ തൽക്കാലം ഈ കാര്യത്തിൽ കാരണം എന്താണെന്നറിയോ? ആ റിസൾട്ട് വരുമ്പോ മനസ്സിലാവും. എന്റെ ദൈവമേ. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് തല്ലി തീർക്കാവുന്നതാണ്. താങ്ക് യു. സോ നമ്മൾ അരുണിനെയാണ് ഇന്ന് വിന്നർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താ അറിയോ? കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഓച്ചാൻസ് നിൽക്കുവായിരുന്നു. എനിക്ക് സൗകര്യമില്ല. അവൻ ഓച്ചാൻസ് നിൽക്കുക, ഓച്ചാൻസ് ഇങ്ങനെ. ഞാൻ അതങ്ങനെ വിരിഞ്ഞു നിന്ന് നമുക്ക് പ്രൈസ് വേണ്ട. അതല്ല, ഞാൻ ആയിരിക്കും പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ജഡ്ജിയായിട്ട് ഞാൻ സങ്കല്പിച്ച് ഞാൻ വളരെ മാന്യമായിട്ട് ഇങ്ങനെ നിന്നു. പറഞ്ഞ അനുസരണയോടെ നിന്നു, അത്ര തന്നെ. സമ്മാനം കുറേ. സമ്മാനം ഞാൻ തന്നെ കൊടുത്താലോ? ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ സമ്മാനം കൊടുക്കാം. വിക്രമാ, ഞാൻ വന്ന്. വിക്രമനെ കണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്. ഏത്? ഞങ്ങൾ അപ്പുറത്തെ ഫ്ലോറിലൊരു പ്രോഗ്രാം വന്നാണേ. കൂടെ വന്ന ആളാണോ? കൂടെ വന്ന ആളാണ് വിക്രമൻ. ഇച്ചിരി കനമുള്ള. ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. മനസ്സിലായില്ല. ഞാനോ? കൊല്ലം ജില്ലാ കളക്ടർ. ഒരാളെ കണ്ടറിഞ്ഞൂടെ ഇത് ഊതിക്കൊണ്ട് വരുമ്പോ പാമ്പാട്ടിയാണെന്ന് അറിഞ്ഞൂടെ? എന്താ പേരെന്താ? എന്റെ പേരാ സർപേഷ് കുമാർ. വീട് എവിടെ? കൊല്ലം. കൊല്ലം. മിക്ക പാമ്പാട്ടികളുടെയും വീട് കൊല്ലത്താണ് അല്ലേ? ശരിയാണ്. ഏകദേശം അത്യാവശ്യം പാമ്പാട്ടികളുടെയൊക്കെ വീട് കൊല്ലത്താണ്. ബാക്കി കുറെ പേര് അങ്ങ് പരലോകത്താണ്. നമസ്കാരം. നമസ്കാരം. നാഗമാണിക്യം കണ്ടിട്ടുണ്ടോ? ഞാൻ രാജമാണിക്യം കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യം. ഞാനും കണ്ടിട്ടുണ്ട്. ആരടാ ചോദിക്കാൻ വന്ന? കാണണോ രാജമാണിക്യം? എന്ത് രാജമാണിക്കോ? തൊട്ട് നോക്കി. ഇതിനകത്തുണ്ടോ? ശരിക്കും? ചുമ്മാ തൊട്ടാ മതി? ഇത് അനങ്ങണ്ടല്ലോ. പിന്നെ പാമ്പിന്റെ തലയിൽ തൊട്ടാ പിന്നെ അത് അനങ്ങ. പാമ്പിന്റെ തലയിലാണ് നാഗമാണിക്യം. ഇതിനകത്ത് പാമ്പുണ്ടോ? അയ്യോ, കണ്ട അവനെ ഉണത്തി. തന്നെ മുത്താണ് ഈ കിടക്കണേ. നീ ഇന്നെ ഉറക്കണമല്ലോ ഇത്. പാമ്പിനെ ഉറക്കുന്ന പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. പാമ്പേ വാവാവോ എന്റെ മുത്തേ വാവാവോ. നീലക്കൂട്ടിനുള്ളിൽ കിടന്നുറങ്ങൂ വാവാവോ. ഓലക്കൂടിനുള്ളിലിരുന്ന് ഉറങ്ങൂ വാവാവോ എന്റെ മുത്തേ വാവാവോ. ഹലോ, ഉറങ്ങിയോ? കേട്ടാ, ശല്യപ്പെടുത്തല്ലേ? പറഞ്ഞോ. പാമ്പ് പടം പൊഴിക്കുന്നത് എന്തിനാണ്? ഒരു 100 ദിവസം ഓടണം, മുടക്കിയ കാശ് തിരിച്ചു കിട്ടണം.
നമ്മളൊക്കെ പടം പിടിക്കുന്ന അതിന് വേണ്ടിയിട്ട്. അയ്യോ പടം പിടിക്കുന്ന കാര്യമല്ല വെച്ച് പടം പൊഴിക്കുന്നത് എന്തിനാണെന്ന് പാമ്പ് പടം പൊഴിക്കുന്നത്. ആ എടാ, ഒരു ഷർട്ട് എത്ര ദിവസം ഇടും? ഒരു ദിവസം ആണോ? അതുപോലെ തന്നെ പാമ്പ് അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. അത് കളയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്ത് പാമ്പ് പടം പൊഴിച്ചുള്ളത്. നമ്മൾ ഷർട്ട് എന്നൊക്കെ പറയുന്നു, ബനിയൻ എന്നൊക്കെ പറയുന്നു, പാമ്പ് പടം. ഇവര് ഈ സംശയങ്ങളാണ് ചോദിക്കാമല്ലോ. പിന്നെ തീർച്ചയായിട്ടും മറ്റൊന്ന് വിചാരിക്കുന്നത് ഈ പാമ്പുകൾ ഇണ ചേരുമ്പോൾ മനുഷ്യൻ കാണുമ്പോൾ പാമ്പിന് ഭയങ്കര ദേഷ്യം വരുമെന്ന് പറയാൻ സത്യമാണോ? നല്ല ചോദ്യം അത്. നല്ല ചോദ്യമല്ലേ? ഞാൻ ഒരു കാര്യം മാന്യമായിട്ട് അങ്ങോട്ട് ചോദിച്ചോട്ടെ. ചോദിക്കും. ഒരു മനുഷ്യന്റെ ആദ്യ രാത്രിക്ക് ഏതെങ്കിലും ഓടിളക്കി നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കുമോ? അതില്ല. അവനെ ഓടിച്ചിട്ട് അടിക്കും. പാമ്പ് അത്രേ ഉള്ളൂ, പാമ്പ് ഓട്ടിച്ചിട്ട് കടിക്കും. ഇതേ ഉള്ളത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. വേറെ എനി അതർ ഡൗട്ട്സ്? ഈ വ്യത്യസ്ത രീതിയിലുള്ള ഏതെങ്കിലും പാമ്പിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു ദിവസം പഞ്ചവൻകാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഏത് കാട്? പഞ്ചവൻ ഓഹോ അതൊന്നും അറിയില്ല. പാമ്പിനെ പിടിക്കാൻ പോണ അല്ല ഞങ്ങള് വായിച്ചു കേട്ടിട്ടേ ഉള്ളൂ. ആണോ? ഞാനും കേട്ട് വായിച്ചിട്ടേ ഉള്ളൂ. അതായത് ഈ കാട്ടിൽ കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ കിടക്കും ഒരു ഫ്രീക്ക് പാമ്പ്. ഫ്രീക്ക് പാമ്പ്? ആ അതെന്താ ഫ്രീക്ക് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ പാമ്പിന്റെ തല, ആ താടി, ആ വലിയ മുടിവ്, ആ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കിടക്കും. അതെങ്ങനെയാ? താടിയും മുടിയൊക്കെ ഉള്ളപ്പോ അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ താടി മുടി കൂളിംഗ് ഗ്ലാസ് എന്ന് ചുമ്മാ പറയുന്നത്. പാമ്പ്, മുട്ടൻ പാമ്പ്. അതെങ്ങനെ കാണും? ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ഏതോ ഒരു ഫ്രീക്കൻ ഈ പാമ്പിനെ കണ്ട് അതുമായിട്ട് സെൽഫി എടുക്കാൻ ചെന്നതാ. ആ പാമ്പ് വിഴുങ്ങി ആ വിഴുങ്ങി തല മാത്രമേ പുറത്തു വന്നുള്ളൂ. ആ അപ്പൊ ഞങ്ങൾ ലോങ്ങിന്ന് നോക്കിയപ്പം വിചാരിച്ചു ഫ്രീക്ക് പാമ്പാണ്. പാമ്പിന്റെ തല ഏതാ അയാളുടെ തല ഏതാ മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ല, ഒന്നും അറിയാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ വിഷമുള്ള പാമ്പിനെയും വിഷമില്ലാത്ത പാമ്പിനെ എങ്ങനെ തിരിച്ചറിയാം? ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ആ, good ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വിഷമില്ലാത്ത പാമ്പിനെ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അതിൽ ചില പ്രത്യേക പാമ്പുകളാണ്. അതായത് ഫോട്ടോ ഇരിക്കുന്ന പാമ്പ് അത് കടിക്കില്ല, വിഷമില്ല. ഫോട്ടോയിലുള്ള പാമ്പിന് വിഷമില്ല. വിഷമില്ല. പിന്നെ മുട്ടയ്ക്കകത്തിരിക്കുന്ന പാമ്പ് ആ അതിന് വിഷമില്ല, കടിക്കില്ല. കടിക്കില്ല. പോരെ? അനക്കൊണ്ട അനക്കൊണ്ട കണ്ടാലേ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോണ വഴിക്ക് ഒരു പാമ്പ് വഴി കിടക്കുകയാണ്. ഓക്കെ. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങുവാണെങ്കിൽ അനങ്ങുവാണെങ്കിൽ ആ അനക്കൊണ്ട. അനക്കൊണ്ട. അനങ്ങിയില്ലെങ്കിലോ? അനങ്ങിയില്ലെങ്കിൽ അനക്കണ്ട. അനക്കാണ്ട് അവിടെ നിന്ന് പോയപ്പോരേ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, അതിന് അനക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മുകളിലോട്ട് വന്നിട്ട്? ഇല്ല ഇല്ല ഇല്ല. ഒരു പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നും ഇല്ല, ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അത് അവിടെ അനങ്ങാണ്ട് അത് കടന്നോട്ടെ, നമ്മൾ മിണ്ടാണ്ട് അങ്ങ് പോയാൽ മതി കേട്ടാ. കുടുംബത്തിൽ ജോലി ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഏതാ? കുടുംബത്തിൽ എന്റെ അമ്മാവൻ. അമ്മ ഉണ്ടോ? അമ്മാവെന്ന് പറഞ്ഞാൽ കീട്ടിലും പാമ്പ് വിദഗ്ധനാണങ്ങേര്. അതെ. ആ പുള്ളി ഒരു ദിവസം വഴി കൂടെ നടന്നു പോയപ്പോ ഫ്രണ്ടിൽ നിൽക്കുക ആ ഒരു മുട്ടൻ, ഒരു രാജീവെമ്പാല. രാജീവ് വെമ്പായോ? ഗുണ്ടയാണോ? രാജീവെമ്പായോ? പിന്നല്ലേ പറഞ്ഞ രാജ്യവെമ്പാല. രാജവെമ്പാല. ആ രാജ്യവെമ്പാല. രാജവെമ്പാല. ആ രാജവെമ്പാല ഫ്രണ്ടിൽ നിൽക്കുക. ആ ആ പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പോയ, തിരിഞ്ഞോടാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ബാക്കിൽ നിൽക്കുക മൂർഖനും കുടുംബവും. മൂർഖനും കുടുംബവും. മൂർഖനും കുടുംബവും ബാക്കിൽ നിൽക്കുന്നു, ഫ്രണ്ടിൽ രാജ്യവെമ്പാല നിൽക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒന്നും പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. പുള്ളി പെട്ടെന്ന് കൈയിരുന്ന കത്തി എടുത്തിട്ട് കാലിന്റെ ഞരമ്പ് ഒറ്റ മുറിക്കൽ. ശ്ശേ. ആ അതെന്തിന്? പാമ്പ് കടിച്ചു കഴിഞ്ഞ വിഷം ഇതുവഴി അങ്ങ് പോയിക്കോളും. മേലോട്ട് കയറത്തില്ല. ബ്ലഡ് ഇങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരിക്കും. കയറില്ല, ഇതുവഴി അങ്ങ് ഓ പോകും. ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബുദ്ധിയാണ് ഇവിടെ. ഇത് കണ്ടിട്ടുണ്ടല്ലോ, ആ. രാജ്യം പല ചമ്മി നാറി. ഇനി കടിച്ചിട്ട് കാര്യമില്ലല്ലോ, പുള്ളി ചമ്മി അങ്ങ് പോയി. മൂർഖനൊക്കെ അതിന് മുമ്പേ മൂർഖനും കുടുംബം പോയി ചമ്മിട്ട്. അമ്മാവനോ? അമ്മാവൻ ചമ്മി അങ്ങ് മേലോട്ട് പോയി, ചത്ത്. അമ്മാവൻ രക്തം മാർന്ന് അങ്ങ് മേലോട്ട് അങ്ങ് പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതിലും ഭേദം ആ പാമ്പ് കടിക്കുന്നതായിരുന്നു. തന്നെ കുറെ നേരമായി പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പാമ്പിനെ പാമ്പെന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കുന്നത്? അദ്ദേഹത്തെ ഞങ്ങളൊക്കെ അത്രത്തോളം ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. ആ പാമ്പിനെ അദ്ദേഹത്തെ അതിഥി എന്ന് വിളിക്കണം. അതിഥി. പാമ്പിനെ അതിഥി എന്ന് വിളിക്കണോ? ആ അത് ശരി. എന്തേ? ഈ അതിഥി കടിച്ചാൽ എന്ത് ചെയ്യും? അതോ ഗതി, അല്ലെങ്കിൽ നിങ്ങളുടെ വിധി. അത്രയും കരുതിയാണ്. അത്രേ ഉള്ളൂ. വിക്രമ. അതെ, ഈ കുറെ നേരമായാലോ വിക്രമ എന്ന് വിളിക്കുന്നത്. ഇത് ആരാണ് ഈ വിക്രമൻ? അപ്പുറത്തെ ഫ്ലോറിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ചോദിച്ചാൽ നിങ്ങളുടെ സുഹൃത്താണോ അതോ ഡ്രൈവറെ വല്ലാണോ? എന്റെ പൊന്നെ, എന്റെ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മൂർഖം പാമ്പ്. ആ അതിങ്ങോട്ട് ഫ്ലോറിലോട്ട് വന്ന് കയറി. എവിടെ?
കുഴപ്പമില്ല, ഞാൻ പോയി കഴിഞ്ഞാലും ടെൻഷൻ അടിക്കണം. നിങ്ങൾ ആരെങ്കിലും അതിന് പിടിച്ചു വെച്ചിരുന്നാ മതി ഇവിടെ. അയ്യോ. എവിടെ? ഇത്ര നേരം ഞാൻ ഇവിടുന്ന് പോകാനായിരുന്നല്ലോ നിർബന്ധം. നിങ്ങൾ ആരെങ്കിലും അവർ പിടിച്ചു വെച്ചാൽ മതി. ഇവിടെ ഉള്ള ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കടിക്കാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാൻ പറ്റൂല. അപ്പൊ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ വന്ന് പിടിച്ചോളാം. വിക്രമ, ഓക്കെ, അക്രമം കാണിക്കാതെ പോരെ. പോകരുതെന്ന്. ഇവിടെ പോ- ആ. അയ്യോ